ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അമിതമായി ബഹുമാനിച്ച ചിലർ, അതേസമയം ഈസാ നബി റളിയല്ലാഹു തആല അൻഹുവിനെ അമിതമായി ബഹുമാനിച്ച ചിലർ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറയുകയും അതേപോലെ തന്നെ വെട്ടിക്കൊല്ലുകയും ചെയ്ത ഖവാരിജും നാസിബത്തും അങ്ങനെ വേറെ ചിലർ. ഇതൊക്കെ പിൽക്കാലത്ത് വന്നതാണ്. പക്ഷേ നേരത്തെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി പറയുകയാണ്. ഒരു സ്ഥലത്തു കൂടി ഇങ്ങനെ നടക്കുമ്പോൾ ഖബറിന്റെ ഉള്ളിൽ നോക്കി പറയാണ്, ഇവിടെ രണ്ടാളുകൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ ഖബറിലുള്ളവർക്ക് ശിക്ഷ അതേ ലഘുവായി കിട്ടാൻ വേണ്ടി നബിതങ്ങൾ ഒരു ഈത്തപ്പനയുടെ ചെറിയ കഷ്ണമെടുത്ത് ഖബറിന്റെ മേലെ കുത്തുകയാണ്. അത് പച്ചയായി നിൽക്കുമ്പോൾ ഖബറിലുള്ളവർക്ക് ഫലം കിട്ടുമെന്ന് പറയുകയാണ്. കാരണം പച്ചയായ മരത്തിന്റെ തസ്ബീഹ് പരിപൂർണമാണ്. ആ തസ്ബീഹിന്റെ ബറക്കത്ത് കൊണ്ട് ഖബറിലുള്ളവർക്ക് ഫലം കിട്ടുമെന്നാണ് അവിടുന്ന് പഠിപ്പിക്കുന്നതെന്ന് ഇമാമിങ്ങൾ വിവരിക്കുന്നു. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ ഖബറിന്റെ സമീപത്ത് നിന്ന് ഓതിയാൽ അതൊരു മരമല്ല, മൂമിനായ മനുഷ്യനോദിയാൽ ഖബറിലുള്ളവർക്ക് കിട്ടുന്ന ഫലം എത്രയായിരിക്കുമെന്ന് ഇമാമിങ്ങൾ ചോദിക്കുന്നു. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഖബറിലുള്ള കാര്യം പറയുന്നു. നിസ്കാരം കഴിഞ്ഞ് പറയുന്നു, നിങ്ങളുടെ നിസ്കാരത്തിൽ നിങ്ങൾ ബാക്കിൽ നിന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് നോക്കി നിസ്കരിക്കുന്ന ഞാൻ കാണുന്നുണ്ട്. ഇന്നീ അറാക്കും വറാഈ, മുന്നോട്ട് നോക്കുമ്പോൾ തന്നെ എനിക്ക് പിന്നിലും കാഴ്ചയുണ്ട്. ഒരു സാധാരണക്കാരൻ അങ്ങനെ കാഴ്ച കിട്ടൂല, മുന്നിൽ നോക്കുമ്പോൾ ബാക്ക് കാണൂല. എന്ന് മാത്രമല്ല, വലാ ഖുശൂഉക്കും, നിങ്ങളെ മനസ്സിലുള്ള ഭക്തി അടക്കം എനിക്ക് നന്നായി അറിയാം. ഇങ്ങനെ അങ്ങ് എണ്ണിയാലുണ്ടോ തീരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ അത്ഭുതകരമായ പ്രത്യേകതകൾ പറഞ്ഞു തീർക്കാൻ കഴിയില്ലല്ലോ. ആ നബിതങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനം 981 ഡിസംബറിൽ രേഖപ്പെടുത്തി. ഈ കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിലും സലഫികളുടെ കേരളത്തിൽ ഇറങ്ങുന്ന പത്രത്തിലും അത് തന്നെ രേഖപ്പെടുത്തി. അങ്ങനെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം ഒരു സാധാരണ മനുഷ്യനാണെന്ന് വിശ്വസിക്കുന്ന ഒരു ടീം, വളരെ ചുരുങ്ങിയ ഒരു ടീമാണത്. അതേസമയം ലോക മുസ്ലിമീങ്ങൾ മുഴുവനും ഹബീബ് നബിതങ്ങളെ വിശ്വസിക്കുന്നവരായതിനാൽ അവർ ഉറപ്പിച്ച് പറയുന്നു, അവിടുന്ന് പറഞ്ഞതാണല്ലോ, ഇന്നീ ലസ്തു ബിസിലക്കും, ഞാൻ നിങ്ങളെപ്പോലെ അല്ല. അത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം സാധാരണ ഒരു മനുഷ്യന്റെ ജന്മമല്ല. സാധാരണ മനുഷ്യൻ ജനിക്കുമ്പോൾ ഇവിടെ ഒന്നും സംഭവിക്കാറില്ല. അതേസമയം ഇമാമുൽ ഹറമൈൻ നിങ്ങൾ കിതാബുൽ ഇർശാദിൽ പറഞ്ഞില്ലേ, മുസ്ലിമാണോ നബിതങ്ങളുടെ ജന്മദിവസത്തിലുള്ള അത്ഭുതങ്ങളും സംഭവങ്ങളും നിഷേധിക്കൂല. അതിന് മാത്രം തെളിവ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണത്. കാരണം അവിടുത്തെ ജന്മം ഒരു സാധാരണ ജന്മമല്ല. കാരണം അവിടുന്ന് ഒരു സാധാരണക്കാരനല്ല. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, അവിടുന്ന് തന്നെ പറഞ്ഞല്ലോ, ഫീഹി വുലിത്തു, തിങ്കളാഴ്ച ഒരു സാധാരണ ദിവസമല്ല, അതെന്റെ ജന്മദിനമാണ്. സുബ്ഹാനല്ലാഹ്. തിങ്കളാഴ്ച എത്ര മനുഷ്യന്മാർ ജനിച്ചിട്ടുണ്ടാവും? ഈ സദസ്സ് തന്നെ തിങ്കളാഴ്ച ജനിച്ച എത്ര മനുഷ്യന്മാരുണ്ടാവും? അതേപോലെ തന്നെ മറ്റുള്ള ആഴ്ചകളിലൊക്കെ എത്ര ആൾ ജനിച്ചിട്ടുണ്ടാവും? പക്ഷേ അതൊക്കെ സാധാരണക്കാര് ജനിച്ചതാ. ഇതങ്ങനല്ല. ഫീഹി വുലിത്തു, തിങ്കളാഴ്ച എന്റെ ജന്മദിനമാണ്. എന്റെ ജന്മദിനം മറ്റുള്ളവരുടെ ജന്മദിനം പോലെയല്ല എന്ന് വ്യക്തമായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപൂർണമായും കാരുണ്യമാണ്.
അതേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ. മുഹമ്മദ് നബിയാകുന്ന അല്ലാഹുവിൻ്റെ റഹ്മത്ത് കാരണം അവർ സന്തോഷം പ്രകടിപ്പിക്കട്ടെ. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അവർ സംഘടിപ്പിക്കുന്ന സർവ്വ വിഷയങ്ങളെക്കാൾ ഖൈറാണത്. ഈ ആയത്താണല്ലോ ഇമാം അബൂ ഇസ്ഹാഖ് അജി റഹ്മത്തുള്ളാഹി അലൈഹി കൻസുർ റാഗിബീൻ എന്ന ഗ്രന്ഥത്തിൽ അവിടുന്ന് തെളിവുദ്ധരിക്കുന്നു. എന്തിനാണ് തെളിവുദ്ധരിക്കുന്നത്? തബറകൂ ബിമിലാദിഹി. നബി തങ്ങളുടെ ജന്മം കൊണ്ട് നിങ്ങൾ ബറക്കത്തെടുക്കുവീൻ. വഫറഹൂ ബിഹാ. അതുകൊണ്ട് നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കുവീൻ. അതിന് തെളിവായി മഹാനവറുകൾ ഈ ആയത്തെടുത്തുദ്ധരിക്കുന്നു. കാരണം അവിടുന്ന് സാധാരണക്കാരനല്ലാത്തത് കൊണ്ട് അവിടുത്തെ ജന്മവും സാധാരണയല്ല, അവിടുത്തെ ജന്മദിനവും സാധാരണയല്ല, അവിടുന്ന് ജനിച്ച നാട് സാധാരണയല്ല. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്ക. അത് കഅബ ശരീഫ് നിൽക്കുന്ന മക്ക ശരീഫാണ്. അതൊരു സാധാരണ ഭൂമിയല്ല, സാധാരണ സ്ഥലമല്ല. ആ ഹബീബ് നബി തങ്ങൾ കിടക്കുന്ന മദീന അതൊരു സാധാരണ നാടല്ല. അൽ മദീനത്തു ഖൈറുൽ ലഹും ലൗ കാനൂ യഅലമൂൻ. അവർ മനസ്സിലാക്കുന്നുവെങ്കിൽ മദീന അവർക്ക് ഖൈറാണ്. ഈമാനുണ്ടോ? ഈമാനുള്ള മനസ്സ് മദീനയിലേക്കാണ്. ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീനതി കമാ തരിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ. മാടത്തിലേക്ക് പാമ്പ് മടങ്ങുന്നത് പോലെ ഈമാൻ മദീനയിലേക്ക് മടങ്ങുന്നതാണ്. അതേ, പുറത്തു വന്ന ഒരു പാമ്പിന് എന്ത് പ്രശ്നമുണ്ടാകുമ്പോഴും എനിക്കെൻ്റെ മടയിലെത്തിയാൽ രക്ഷപ്പെടാമെന്ന ചിന്തയിൽ അതെപ്പോഴും മടയിലേക്ക് അതിൻ്റെ ചിന്തയാണ്. ഇതുപോലെ ഈമാനുള്ളവരുടെ മനസ്സിൽ എന്തുണ്ടെങ്കിലും ഹബീബ് നബി തങ്ങളുടെ സഹായം കൊണ്ട് ഞാനങ്ങ് രക്ഷപ്പെടുമെന്ന ചിന്തയാണ്. എല്ലാവരുടെ മനസ്സും ഈമാനുള്ളവരുടെ മനസ്സ് മദീനയിലാണ്. ഈമാനുള്ളവരുടെ മനസ്സ് മദീനയിലെത്തണമെന്ന ചിന്ത ാണ്. ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീനതി കമാ തരിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ. അവിടുന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന നാട് സാധാരണയല്ല. അവിടുന്ന് അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ ശരീരം തൊട്ട് നിൽക്കുന്ന മണ്ണ് അതിൽ ലോകത്ത് കഅബ ശരീഫിനേക്കാൾ, കഅബ ശരീഫ് നിൽക്കുന്ന സ്ഥലത്തേക്കാൾ, എല്ലാ സ്ഥലത്തേക്കാളും അഫ്ളലു ബിഖാഇൽ അർള്, ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അവിടുത്തെ ശരീരം തൊട്ട് നിൽക്കുന്ന മണ്ണാണ്. അതിൽ ഒരു ഇമാമിനും തർക്കമില്ല. ഓ സുഹൃത്തുക്കളെ, അവിടുന്ന് തൊട്ട സാധനം സാധാരണയല്ല. കാദൂ യഖ്തതിലൂന അലാ വദൂഇ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം wudu എടുക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് ഊറ്റി വീഴുന്ന വെള്ളം കിട്ടാൻ വേണ്ടി സഹാബത്ത് ഉന്തും തിരക്കും കൂട്ടുകയാണ്. അത് അവരെ ഏറ്റുവാങ്ങിയിട്ട് ഫയതമസ്സഹൂന ബിഹി, അത് ശരീരത്തിൽ തൊട്ട് പുരട്ടുകയാണ്. പുരട്ടാൻ കിട്ടാത്തവർ യഖുദു മിൻ ബലലി അഖീഹി, കിട്ടിയവരെ കയ്യിൽ നിന്ന് തൊട്ട് പുരട്ടുകയാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ നബിതങ്ങളുടെ കുപ്പായവും കയ്യിൽ പിടിച്ച് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ പുറത്തേക്ക് വരികയാണ്. അസ്മാ ബീവി ഐഷ ബീവിയുടെ സഹോദരിയാണ്. വന്നിട്ട് പറയുന്നു, ഇത് റസൂലുള്ളാഹിന്റെ ജുബ്ബയാണ്. നഹ്നു നഗ്സിലുഹാ ലിൽ മർളാ നസ്തശ്ഫീ ബിഹാ, ഈ കുപ്പായം കഴുകിയ വെള്ളം കൊണ്ട് സഹാബികളായ ഞങ്ങൾ രോഗശമനം തേടാറുണ്ട്. അവിടുന്ന് ധരിച്ച വസ്ത്രം സാധാരണയല്ല.
ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബിതങ്ങൾ ഒരു നല്ല വസ്ത്രം ധരിച്ച് പുറത്തു വന്നപ്പോൾ സഹാബികളിൽ നിന്നൊരാൾ ചോദിക്കുന്നു, അത് എനിക്ക് തരുമോ നബിയെ? എല്ലാവരും അദ്ദേഹത്തെ അതാ ചോദ്യം ചെയ്യുകയാണ്. നിങ്ങൾ നബിതങ്ങൾ ഇഷ്ടപ്പെട്ടൊരു വസ്ത്രം ധരിച്ച് പുറത്തു വന്നപ്പോൾ നിങ്ങളത് ചോദിച്ചത് ശരിയായില്ല. അവിടുന്ന് ഒരാളെയും മടക്കൂല എന്നെല്ലാവർക്കും അറിയാമല്ലോ. നിങ്ങൾ എന്തിന് ചോദിച്ചു? അദ്ദേഹത്തിന്റെ മറുപടി, ഞാനത് ചോദിച്ചത് എന്തിനാണെന്നറിയോ? ലിയകൂന കഫനീ, എന്നെ മരിച്ച് മറമാടുമ്പോൾ ഹബീബിന്റെ ശരീരം തൊട്ട കുപ്പായം, ആ വസ്ത്രം, അതൊന്ന് എൻ്റെ വസ്ത്രമായി, എൻ്റെ കഫൻ തുണിയായി കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ അങ്ങ് രക്ഷപ്പെട്ടു പോകുമെന്ന വിചാരത്താൽ ഞാൻ ചോദിച്ചു വാങ്ങിയതാണ്. അത് കൊണ്ടുപോയി സൂക്ഷിക്കുന്നു, അത് കഫൻ തുണിയായി സഹാബത്ത് ഉപയോഗിക്കുന്നു. അവിടുന്ന് തൊട്ട സാധനങ്ങൾ സാധാരണയല്ല. അവിടുത്തെ സുബ്ഹാനല്ലാഹ്, അവിടുത്തെ നൂറ്, അവിടുത്തെ പ്രകാശം ഉൾക്കൊള്ളുന്ന ആത്മാവ്, ആ ആത്മാവ് നിലനിൽക്കുന്ന ഒരു സന്ദർഭമുണ്ടായിരുന്നു മഹാനായ നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാമിന്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിലാണല്ലോ നബി തങ്ങളുടെ ജന്മം. ആ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ അവിടുത്തെ ചെറിയ ഒരംശമുണ്ടായിരുന്നു കുട്ടിക്കാലത്ത്. അതേ, ആ സമയത്ത് ഇസ്മായിൽ നബി അലൈഹിസ്സലാം കിടന്ന സ്ഥലത്ത് ചെറിയ പിഞ്ചു കുഞ്ഞാണെങ്കിലും കാലുകൊണ്ടൊന്നടിച്ചപ്പോൾ അവിടെ പൊട്ടിയൊലിച്ച വെള്ളമാണല്ലോ സംസം വെള്ളം. ആ വെള്ളത്തിന് തുല്യമായി അവിടുത്തെ കയ്യിൽ നിന്ന് പൊട്ടിയൊലിച്ച വെള്ളമല്ലാതെ അതിൻ്റെ സ്ഥാനമുള്ള വേറെ വെള്ളം സ്വർഗത്തിൽ പോലുമില്ല. ഏറ്റവും ബഹുമാനമുള്ള വെള്ളം നബിതങ്ങളുടെ ശരീരം, നബിതങ്ങളുടെ ആത്മാവിൻ്റെ റൂഹിൻ്റെ ഒരു ഭാഗം, ഒരു ചെറിയ അംശം ശരീരത്തിലുള്ളപ്പോൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ കാല് തൊട്ട സ്ഥലത്ത് നിന്ന് പൊട്ടിയൊലിച്ച വെള്ളം ലോകം മുഴുക്കെ എടുത്തു കൊണ്ടുപോകുന്നു. കോടികൾ കുടിക്കുന്നു, കോടികൾ ഉപയോഗപ്പെടുത്തുന്നു. അതുകൊണ്ട് എത്രയോ ആളുകളെ രോഗം മാറുന്നു, ഒരുപാട് മുറാദുകൾ ഹാസിലാകുന്നു. നിങ്ങളെ ഈ സുള്ളിക്കടുത്ത് അജാവരത്തുണ്ട്, നമ്മുടെ സിറാജുൽ ഹുദയിൽ പഠിച്ച സഖാഫിയുണ്ട്. അദ്ദേഹത്തിന്റെ ഉമ്മക്ക് ക്യാൻസർ രോഗമായപ്പോൾ ഞാൻ സംസം വെള്ളം സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് മന്ത്രിച്ചു കൊടുത്തിരുന്നു. അത് മാറിപ്പോയി. ഇത് പിന്നീട് അദ്ദേഹം പറഞ്ഞു, പിന്നെ അവധി എത്തിയാൽ എല്ലാവരും മരിക്കും. അത് പിന്നീട് മരിച്ചു. സുഹൃത്തുക്കളെ, സംസം, അതിനെന്താണ് അതിന്റെ മഹത്വം? ആ സംസം ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു വെള്ളം? 4 ഭാഗവും പാറക്കെട്ടാണ്. തൊട്ടടുത്തൊന്നും ഒരു പുഴയുമില്ല, കടലുമില്ല. ആ സംസം വെള്ളം ഓരോ ദിവസം എത്ര ആയിരങ്ങളാണ് കുടിക്കുന്നത്, എത്ര ആയിരങ്ങളാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഓരോ വർഷവും കോടിക്കണക്കിന് ആളുകൾ ആ വെള്ളം ഇങ്ങനെ ഉപയോഗിക്കുകയും കൊണ്ടുപോവുകയും ചെയ്യുന്നു. പുഴയുടെ തൊട്ടടുത്ത് തന്നെ കിണർ കുഴിച്ചാൽ തന്നെ ഒരു വിപുലമായ കല്യാണം നടക്കുമ്പോഴേക്ക് കിണറ്റിലെ വെള്ളം തീരും നമ്മുടെ നാട്ടിൽ. ഇത് കോടികൾ ദിവസേന കൊണ്ടുപോയിട്ട് എത്രയോ കോടികൾ ഒരു വർഷത്തിൽ അത് ഉപയോഗിക്കുന്നു, കൊണ്ടുപോകുന്നു, സൂക്ഷിക്കുന്നു. പക്ഷേ ആ കിണറ്റിലെ വെള്ളത്തിനൊരിറ്റും കുറവില്ല, അതിനൊരു കേടും സംഭവിക്കുന്നില്ല. അനുഭവം ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ? അങ്ങനെ ഒരു കിണർ ലോകത്ത് ഏതെങ്കിലും അമേരിക്കയിലുണ്ടോ, ബ്രിട്ടനിലുണ്ടോ, ജപ്പാനിലുണ്ടോ, എവിടെയെങ്കിലുമുണ്ടോ? ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശരീരത്തിൻ്റെ ഒരു ചെറിയ അംശം നമ്മുടെ സയ്യിദന്മാരുടെ ശരീരത്തിലുണ്ട്, അഹ്ലു ബൈത്തിന്റെ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അഹ്ലു ബൈത്തിന് വലിയ സ്ഥാനമാണ്. അവരെ എല്ലാ മുസ്ലിമീങ്ങളും ആദരിക്കുകയാണ്. അവരെ ആദരിക്കാൻ നിർദ്ദേശമാണ്, അവരെ സ്നേഹിക്കാൻ നിർദ്ദേശമാണ്.
ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിതരണം ചെയ്തൊരു സമ്പത്തുണ്ട്. ആ സമ്പത്താണല്ലോ അറിവ്. ആ അറിവ് ലഭിക്കുന്ന മുതഅല്ലിമീങ്ങൾ, അവർ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് മലക്കുകൾ ചിറക് വിരിച്ചു കൊടുക്കുകയാണ്. പഠിച്ച ആലിമീങ്ങളോ അവർക്ക് കടലിലെ മത്സ്യം വരെ, അതേ മരുഭൂമിയിലെ ഉറുമ്പ് വരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകൾ കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, എല്ലാ സമുദായങ്ങളിലും ഏറ്റവും ഉത്തമരായ ഉമ്മത്തുകളാണ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടതെല്ലാം അത് വ്യത്യസ്തമാണ്. വേറെ ആർക്കും അതിലൊരു പങ്കുമില്ല. ആ നബി തങ്ങളുടെ സ്വഭാവമോ അകിരിം ബി ഖൽഖി നബി ഇൻസാനഹു ഖുലുഖു ബിൽ ഹുസ്നി മുസ്തമിലിൻ ബിൽ ബിശ്രി മുത്തസിമി. അവിടുത്തെ ഭംഗി ലോകത്തൊരാൾക്കും കിട്ടിയിട്ടില്ല. അത്രയും വലിയ ഭംഗിയാണ്. അവിടുത്തെ കൈ തൊട്ടാൽ അതിനേക്കാൾ മയമായ വേറെ ഒരു സ്ഥലമില്ല. അവിടുന്ന് സ്പർശിച്ചാൽ അവിടെ എന്നും സുഗന്ധമാണ്. എന്തിനധികം പറയണം, സാധാരണ മനുഷ്യരുടെ വിയർപ്പ് നാറ്റമല്ലേ, ദുർഗന്ധമല്ലേ. എന്നാൽ അവിടുത്തെ വിയർപ്പ് ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ കുപ്പിയിലാക്കി കൊണ്ടുപോവുകയാണ്. എന്തിനാണെന്ന് അവിടുന്ന് ചോദിക്കുമ്പോൾ ലോകത്ത് ഇതിനേക്കാൾ നല്ല ഒരു കസ്തൂരിയില്ല, ഒരു സുഗന്ധവുമില്ല. അതേ നബിയെ, ഇത് ഞങ്ങളെ കസ്തൂരിയിൽ ചേർത്താൽ അതിൻ്റെ പരിമളം, അതിൻ്റെ ആ സുഗന്ധം ഒന്നുകൂടി വർദ്ധിക്കും. അതിൻ്റെ പുറമേ ഇതുകൊണ്ട് ഞങ്ങളെ കുട്ടികൾക്ക് തൊട്ട് പുരട്ടിക്കൊടുത്ത് ബറക്കത്തെടുക്കുകയാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, സുഹൃത്തുക്കളെ, എന്താണ് അവിടുത്തെ ശരീരത്തിന്റെ അവസ്ഥ? ഇനിയോ അവിടുത്തെ ശഅർ മുബാറക് ഉണ്ടല്ലോ, അവിടുത്തെ ആ മഹത്തായ മുടി അത് സഹാബത്ത് കൊണ്ടുപോയി സ്റ്റോക്ക് ചെയ്യുകയാണ്. നബിതങ്ങൾ അത് വിതരണം ചെയ്യുകയാണ്. ആ സ്റ്റോക്ക് ചെയ്ത മുടിയിട്ട വെള്ളം സഹാബത്ത് കുടിക്കുകയാണ്. പോരാ, അങ്ങനെ ഒരു മുടിക്കഷ്ണം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് ദുന്യാവ് മുഴുവനും കിട്ടുന്നതിനേക്കാൾ ഖൈറാണെന്ന് ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു ഉബൈദ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. ബുഖാരിയിലെ ഹദീസല്ലേ. അവിടുത്തെ രോമം സാധാരണയല്ല, അവിടുത്തെ നഖത്തിന്റെ കഷ്ണം അത് പൊടിച്ചിട്ട് ഞാൻ വഫാത്താകുമ്പോൾ എൻ്റെ കണ്ണിൽ വെക്കണമെന്ന് സഹാബിയായ മുആവിയ റളിയല്ലാഹു അൻഹു വസിയ്യത്ത് ചെയ്യുകയാണ്. അവിടുത്തെ നഖം ഒരു സാധാരണ നഖമല്ല, അതിന് വലിയ ബറക്കത്താണ്. അവിടുത്തെ സാന്നിധ്യത്തിന് വലിയ ബറക്കത്താണ്. അവിടുത്തെ സദസ്സിൽ ഒരു മിനിറ്റെങ്കിലും അതാ ഒരാൾ ഈമാനോടെ ഒരുമിച്ച് കൂടിയാൽ അദ്ദേഹത്തിൻ്റെ പേരാണ് സഹാബി. ആ സഹാബിയുടെ ബഹുമാനം ഒരു മുഹീദ്ദീൻ ശൈഖിനുമില്ല, അതേ ഒരു പണ്ഡിതനുമില്ല. നബിതങ്ങളെ സഹാബി ആയാൽ ആ ബഹുമാനമൊന്ന് വേറെ തന്നെ. അതിനെന്തേ വേണ്ടു? നബിതങ്ങളെ സദസ്സിൽ ഈമാനോടെ ഒരു സെക്കൻഡ് പങ്കെടുത്താൽ മതി, കാണണമെന്ന് പോലുമില്ല. രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹു സഹാബിയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാം അസാധാരണയാണ്. അവിടുത്തെ ശരീരം അസാധാരണയാണ്. അക്രിം ബി ഖൽഖി നബിയിൻ സാനഹു ഖുലുഖു, അവിടുത്തെ സ്വഭാവമോ അത്രയും നല്ലൊരു സ്വഭാവമുള്ള ഒരാളെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം,
ഏറ്റവും മഹത്തായ സ്വഭാവത്തിന്റെ മേലെയാണ് നബിയെ തങ്ങൾ. തങ്ങളാ സ്വഭാവത്തിന്റെയും മേലെയാണ്, ഏറ്റവും മഹത്തമായതിന്റെയും മേലെയാണ്. സുബ്ഹാനല്ലാഹ്, അതല്ലേ അവിടുത്തെ സ്വഭാവം. യഹൂദികൾ മദീനയിൽ താമസിക്കുന്നു. യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭക്ഷണത്തിന് ക്ഷണിക്കുന്നു. മദീന പ്രതിപക്ഷമില്ലാത്ത ഭരണാധികാരിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഭരിക്കുന്ന രാജ്യത്തുള്ള പൗരന്മാർ ഏത് മതക്കാരായാലും മതമില്ലാത്തവരായാലും ഭരണാധികാരി നീതി പുലർത്തണമല്ലോ, ഭരണാധികാരി സമാധാനം നൽകണമല്ലോ. എല്ലാവരുടെ മനസ്സിലും ഭക്ഷണത്തിന് ക്ഷണിച്ചപ്പോൾ ക്ഷണം സ്വീകരിക്കുന്നു. അവിടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ യഹൂദികൾ ചതിയന്മാരാണ്, അവരവിടെയും ചതിക്കുന്നു. വിഷം ചേർത്ത് കൊടുത്തിരിക്കുകയാണ് ഭക്ഷണത്തിൽ. പക്ഷേ വല്ലാഹു യസിമുക മിനന്നാസ്, നബി തങ്ങളെ കൊല്ലാൻ കഴിയൂല. പടച്ചവൻ ഏറ്റെടുത്ത കാര്യമാണ്. കൊല്ലാൻ വേണ്ടി കയ്യിൽ വലിയ കല്ല്, കൈ നിറയെ നിൽക്കുന്ന വലിയ കല്ല് കയ്യിൽ പിടിച്ചു വന്നില്ലേ? സുജൂദ് ചെയ്യുമ്പോൾ തലയിലേക്ക് എറിഞ്ഞു കൊല്ലാൻ വേണ്ടി വന്നില്ലേ? വന്നവന്റെ കൈ കൊണ്ട് എറിഞ്ഞപ്പോൾ കല്ല് കയ്യിൽ തന്നെ ഒട്ടിപ്പിടിച്ചു പോയില്ലേ? ആ കല്ല് പിന്നെ പുറത്തേക്ക് വരാതെ അദ്ദേഹം ബുദ്ധിമുട്ടിയില്ലേ? അത് പിന്നീട് കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ അതേ ആ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലാൻ വേണ്ടി ശത്രുക്കളായ യുവാക്കൾ വന്ന് വീട് വളഞ്ഞപ്പോൾ അവരെ മുന്നിലേക്ക് ധൈര്യപൂർവ്വം ഇറങ്ങി നടന്നില്ലേ? അവർക്കൊന്നും ചെയ്യാനും കഴിഞ്ഞില്ലല്ലോ. പോകട്ടെ, 100 ഒട്ടകം സമ്മാനം കിട്ടുമെന്ന് ധരിച്ച് അതേ കുതിരപ്പുറത്ത് സവാരി ചെയ്ത് നബി തങ്ങളുടെ സമീപത്തെത്തിയ സുറാഖത്ത് ബിൻ മാലിക്, സുബ്ഹാനല്ലാഹ്, നബി തങ്ങളെ വെട്ടാൻ വാളും പിടിച്ച് വരുമ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പേടിച്ച് വിറക്കുമ്പോ നബി തങ്ങളോട് ഇസ്തിഗാസ ചെയ്തില്ലേ? സഹായം തേടിയില്ലേ? സുറാഖത്ത് എത്തിപ്പോയി എന്ന് പറഞ്ഞില്ലേ? നബി തങ്ങളപ്പോൾ സമാധാനിപ്പിച്ചില്ലേ? ഇന്നല്ലാഹ മഅനാ, അല്ല നമ്മളെ കൂടെയുണ്ട്, അബൂബക്കറെ പേടിക്കണ്ട. സുറാഖത്തിന്റെ വാഹനം ഭൂമിയിലേക്ക് കാല് താഴ്ന്നു പോയില്ലേ? സുറാഖത്ത് നബിതങ്ങളോട് മാപ്പപേക്ഷിച്ചില്ലേ? നബിതങ്ങളെ കൊല്ലാൻ കഴിയില്ല. വല്ലാഹു യസിമുക മിനന്നാസ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജൂതന്റെ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ആ മാംസ കഷ്ണം സംസാരിക്കുന്നു, ഇതിൽ വിഷമുണ്ട് നബിയെ, എന്നെ വയറ്റിലാക്കല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ച് വിചാരണ ചെയ്യുന്നു. അവർ സമ്മതിക്കുന്നു, കുറ്റം സമ്മതിക്കുന്നു. കുറ്റം സമ്മതിച്ചപ്പോൾ നബി തങ്ങളുടെ അനുചരന്മാരിൽ ഒരാൾ അലാ ഖുതുലുഹാ, വിഷം ചേർത്തത് ഞാനാണെന്ന് പറയുന്ന പെണ്ണിനെ ഞാൻ കൊല്ലട്ടെയോ എന്ന് ചോദിക്കുമ്പോൾ ലാനോ, വേണ്ട എന്ന് പറയുന്നൊരു രാഷ്ട്രത്തലവൻ, അങ്ങനെ പറയുന്ന ഒരു റസൂല്. സുഹൃത്തുക്കളെ, എന്തൊരു സ്വഭാവമാണ്! അകിരിംബി ഖൽഖി നബിയിൻ സാന ഹു ഖുലുഖു ബിൽ ഹുസ്നി മുസ്തമിലിൻ ബിൽ ബിസ്രി മുത്തസിമി. ആയിരക്കണക്കിന് സംഭവങ്ങൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഒറ്റക്കിങ്ങനെ ഇരിക്കുമ്പോൾ വാള് ഊരിപ്പിടിച്ച് കയ്യിൽ പിടിച്ചിട്ട് ഖൗറസ് ബിൻ ഹാരിസ് എന്ന് പറയുന്ന വ്യക്തി, ഈ വാള് കൊണ്ട് നിങ്ങളെ ഇപ്പോൾ വെട്ടിയാൽ ആര് തടയും മുഹമ്മദേ? അപ്പോൾ നബി തങ്ങൾ ഒരൽപ്പവും പതറുന്നില്ല. അവിടുന്ന് അല്ലാഹ് മറുപടി കേട്ട് കൈവിറച്ച് വീണുപോയ വാള്
അത് നബി തങ്ങൾ കയ്യിലെടുത്തിട്ട് അതേ ചോദ്യം തിരിച്ചു ചോദിക്കുമ്പോൾ കുൻ ഖൈറ ആഖിദ്, വാള് പിടിച്ചവരിൽ ഉത്തമരായി എന്നെ വെറുതെ വിടുവോ എന്ന് ആ ഭീകരനായ മനുഷ്യൻ പറയുമ്പോൾ ഹബീബ് നബി തങ്ങളുടെ സ്വഭാവം നോക്കണം നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിക്കുന്നത് എന്താണ്? അദ്ദേഹത്തെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങ് വിട്ടാൽ അയാളെ ശരീരം ഇവിടെ രക്ഷപ്പെടുമെങ്കിലും മരിക്കുമ്പോൾ ഈമാനില്ലാതെ മരിച്ചാൽ കാലകാലം നരകത്തിൽ കിടന്ന് യാതന അനുഭവിക്കുമല്ലോ. എന്നെ കൊല്ലാൻ വേണ്ടി വന്ന ഈ മനുഷ്യനെ ഒന്ന് സ്വർഗത്തിലെത്തിക്കാൻ എങ്ങനെ കഴിയും? ഇതെന്തൊരു സ്വഭാവമാണ്. ഖുർആൻ പറഞ്ഞില്ലേ, അലം നശ്റഹ് ലക സദ്റക്, അങ്ങയുടെ മനസ്സ് നമ്മൾ തുറന്നു തന്നില്ലേ നബിയേ. ഒരു സങ്കുചിതത്വവുമില്ല, വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, അഹങ്കാരമില്ല, അസൂയയില്ല, വളരെ വിശാലമായ മനസ്സ്. അലം മൂസാ നബി അലൈഹിസ്സലാം ശറഹു സുദൂർ, മനസ്സിന്റെ വിശാലത ചോദിച്ചു വാങ്ങിയതാണ്. റബ്ബി ശ്റഹ് ലീ സദ്രി, ചോദിച്ചു വാങ്ങിയതാണ്. ഇത് നബിക്ക് തങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ടത് അനുഗ്രഹമായി പറയുകയാണ്. അലം നശ്റഹ് ലക സദ്റക്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മനസ്സിന്റെ വിശാലത നോക്കൂ. കൊല്ലാൻ വേണ്ടി വാള് പിടിച്ച് ഭീഷണിപ്പെടുത്തിയ മനുഷ്യനെ സ്വർഗത്തിലെത്തിയേക്കാൻ എങ്ങനെ കഴിയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നീ റസൂലുള്ളാഹ്, സ്വർഗത്തിലേക്കുള്ള മെമ്പർഷിപ്പ് എടുക്കുമോ? സ്വർഗത്തിലേക്കുള്ള മെമ്പർഷിപ്പ് എന്താണ്? ഈമാൻ കിട്ടി ഭരിക്കലല്ലേ. അതിന് വേണ്ടത് എന്താണ്? ഷഹാദത്ത് കലിമ അംഗീകരിച്ച് പ്രഖ്യാപിക്കലല്ലേ. അത് നിങ്ങൾ എടുക്കുമോ എന്നാണ് ചോദ്യം. അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇല്ല, ഞാൻ അങ്ങനെ സ്വർഗത്തിലേക്കുള്ള മെമ്പർഷിപ്പ് ഒന്നും എടുക്കുന്നില്ല, ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഭീഷണിപ്പെടുത്തിയ ആ മനുഷ്യൻ പക്ഷേ ഒരു കാര്യം തുറന്ന് സമ്മതിക്കുന്നു. വലാകിൻ ഉഹാഹിദുക, ഞാൻ നിങ്ങളോട് കരാറ് നടത്തുന്നു. അല്ലാ ഉഖാതിലക, ഇനി ഒരിക്കലും നിങ്ങളോട് പോരാടാൻ ഞാൻ വരൂല. വലാ ഉഖാതിലു മഅമൻ വലാ അകൂനു മഅമൻ യുഖാതിലുക, നിങ്ങളോട് പോരാടുന്നവരുടെ കൂടെ ഞാൻ നിൽക്കുകയുമില്ല. പക്ഷേ ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറല്ല. സുബ്ഹാനല്ലാഹ്, നബിതങ്ങളുടെ പരിശ്രമമാണ്. കൊല്ലാൻ വന്നവനെയും സ്വർഗത്തിലെത്തിക്കാനാണ് പരിശ്രമിച്ചത്. പക്ഷേ അദ്ദേഹം കൂട്ടാക്കാതിരുന്നാൽ നിർബന്ധിക്കാൻ വകുപ്പില്ലല്ലോ. അതേ ഖല്ലാ സബീലഹു, അദ്ദേഹത്തെ വെറുതെ വിട്ടുകൊടുക്കുന്നു. അദ്ദേഹം ഫ്രീ ആയിട്ട് പോകുന്നു. പോയപ്പോൾ അദ്ദേഹം നാട്ടുകാരോട് പോയി പറയുന്നു, ലോകത്ത് ഏറ്റവും നല്ല സ്വഭാവമുള്ള മനുഷ്യന്റെ സമീപത്ത് നിന്നാണ് ഞാൻ വരുന്നത് കേട്ടോ. ജീവിതത്തിൽ ഒരു കള്ളം പറഞ്ഞു പോയിട്ടില്ല, ജീവിതത്തിൽ ഒരാളെയും ചതിച്ചിട്ടില്ല, ജീവിതത്തിൽ ഒരാളോടും വിദ്വേഷം തീർത്തിട്ടില്ല, സ്വന്തം കാര്യത്തിന് ഒരൊറ്റ വ്യക്തിയെയും പകരം ചെയ്തിട്ടില്ല. ലാ യന്തഖിമു അൻ നഫ്സിഹി, എന്തൊരു സ്വഭാവമാണ്. അക്രിംബി ഖൽഖി നബി ഇൻസാനഹു ഖുലുഖോ ബിൽ ഹുസ്നി മുസ്തബിലിൻ ബിൽ ബിശ്രി മുത്തസിബി. എപ്പോൾ കണ്ടാലും പുഞ്ചിരിയോടെയാണ് എല്ലാവരെയും സ്വീകരിക്കുന്നത്, ആരോടും മുഖം കറുപ്പിക്കുന്നില്ല. വളരെ സുന്ദരമായ സ്വഭാവം. വീട്ടിലെത്തിയാൽ സ്വന്തം ഭാര്യമാർക്ക് ജോലിയിൽ കൂടിക്കൊടുക്കുകയാണ്, സഹായിക്കുകയാണ്. വീട് അടിച്ചു വാരുന്നതിന് മടിയില്ല, അങ്ങാടിയിൽ പോയി സാധനം വാങ്ങുന്നതിന് മടിയില്ല. സുബ്ഹാനല്ലാഹ്, അവിടുത്തെ ആരെങ്കിലും പരിഗണിച്ചില്ലെന്നോ അല്ലെങ്കിൽ ബഹുമാനിച്ചില്ലെന്നോ കംപ്ലൈന്റ് ഇല്ല. വളരെ താഴ്മയോടുകൂടെ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നു. അതേ സമയത്ത് സ്വന്തത്തിലുള്ള സ്ഥാനം പഠിപ്പിച്ചു കൊടുക്കാൻ അല്ലാഹ് കൽപ്പിച്ചത് കൊണ്ട് അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുമുണ്ട്. അങ്ങനെ ഏറ്റവും നല്ല സ്വഭാവത്തോടെ ജീവിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കസ്സഹീരി ഫീ തറഫിൻ വൽ ബദരി ഫീ ശറഫി വൽ ബഹരി ഫീ കറമിൽ വദ്ദഹരി ഫീ ഹിമമി.
നല്ല പുഷ്പം പോലെ, വിടർന്നു വരുന്ന പുഷ്പം പോലെ. എന്താണ് അവിടുത്തെ മുഖത്തിന്റെ ഭംഗി! സുബ്ഹാനല്ലാഹ്, കഅന്ന ശംസ തദൂറു ഫീ വജ്ഹിഹി. മുഖത്തുകൂടി സൂര്യൻ ഇങ്ങനെ കറങ്ങുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നാറുണ്ട്. അങ്ങനെയുള്ള പ്രകാശമാണ്. സുബ്ഹാനല്ലാഹ്, അവിടുന്ന് എല്ലാ നിലക്കും അവിടുത്തെ ഭംഗി. കൂടുതൽ നീളമില്ല, തീരെ കുറിയ ആളുമല്ല, ഒത്ത നീളമാണ്. പക്ഷേ കുറേ ആളുകൾ ഇരിക്കുന്ന ഒരു സദസ്, അല്ലെങ്കിൽ കുറെ ആള് നിൽക്കുന്ന ഒരു സദസ്, അവിടെ വളരെ നീളമുള്ള ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വളരെ നീളമുള്ള ഒരാൾ നിന്നാൽ അപ്പോൾ നോക്കിയാൽ നബി തങ്ങൾക്ക് അദ്ദേഹത്തെക്കാൾ നീളമുണ്ടാകും. ഒരിക്കലും അവിടുത്തെ തലയുടെ മേലെ വേറെ ഒരാളെ തല പോവില്ല. ഒത്ത നീളമുള്ള ആളാണ്. പക്ഷേ അവിടുത്തെ സമീപത്ത് വളരെ നീളമുള്ള ഒരാൾ വന്നാൽ അദ്ദേഹത്തിന്റെ തലയുടെ മേലെ നബി തങ്ങളുടെ തല നിൽക്കുന്നുണ്ടാകും. അത്ഭുതമാണ്. ഖസായിസുൽ കുബ്രയിൽ ഇമാം സയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. നബി തങ്ങൾ മുഴുവനും അത്ഭുതമാണ്. സുഹൃത്തുക്കളെ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കസഹീരി ഫീ തറഫിൻ വൽബദീരി ഫീ സറഫി. നക്ഷത്രങ്ങൾ ആയിരക്കണക്കിനുണ്ടല്ലോ ആകാശലോകത്ത്. എന്നാൽ ആ നക്ഷത്രങ്ങളെല്ലാം 14-ാം രാവിന്റെ ചന്ദ്രൻ വരുമ്പോ അതിൻ്റെ പ്രഭയിൽ മറ്റുള്ളവരുടെ എല്ലാ പ്രഭയും അതാ ചെറുതായില്ലേ. അതേപോലെ അവിടുത്തെ ബഹുമാനം പരിപൂർണ ചന്ദ്രനെ പോലെ. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൽബദീരി ഫീ സറഫി, അതേ വൽബഹീരി ഫീ കറമിൻ. അതേ സമയത്ത് നബിതങ്ങൾ കൊടുതിയുടെ വിഷയത്തിൽ കടല് പോലെ എന്ന് പറഞ്ഞാലോ, സുബ്ഹാനല്ലാഹ്, കടലിൽ നിന്ന് കിട്ടുന്നതിന് എണ്ണവും കണക്കുമുണ്ടോ? കടലിന്റെ സംഭാവന കിട്ടാത്ത ജനങ്ങളുണ്ടോ? നിങ്ങളെല്ലാം ഇന്ന് മത്സ്യം കഴിച്ചില്ലേ, അല്ലെങ്കിൽ ഇന്നലെ കഴിച്ചില്ലേ? സുബ്ഹാനല്ലാഹ്, ലോകം മുഴുക്കെ ജനങ്ങൾക്ക് ആഹാരത്തിന്റെ വലിയൊരു ഭാഗം കടലിൽ നിന്ന് പടച്ച റബ്ബ് നൽകുന്നില്ലേ? ആ കടലിൽ നിന്ന് കിട്ടുന്നത് ആർക്കൊക്കെയാണ്? കടൽ തൊഴിലാളികൾ, മത്സ്യം പിടിക്കുന്ന തൊഴിലാളികൾ മുസ്ലിമീങ്ങൾ മാത്രമാണോ? ഹൈന്ദവര് മാത്രമാണോ? ക്രിസ്ത്യാനികൾ മാത്രമാണോ? ആര് ചെന്നാലും കിട്ടുകയല്ലേ കടലിൽ നിന്ന്? ഇതുപോലെ നബിതങ്ങളെ സംഭാവന വർഗീയതയില്ല, കക്ഷിഭേദമന്യമേ എല്ലാവർക്കും അവിടുത്തെ സംഭാവന കിട്ടുകയാണ്. അതാണ് അവിടുന്ന് സംഭാവനയുടെ വിഷയത്തിൽ കടല് പോലെയുള്ള കൊടുതിയാണ്. ചെറിയ മത്സ്യമുണ്ട്, വലിയ മത്സ്യമുണ്ട്, പല വിധത്തിലുള്ളതുണ്ട്, പല രുചിയുള്ളതുണ്ട്, വ്യത്യസ്തമാണ്. സുബ്ഹാനല്ലാഹ്, നബിതങ്ങളുടെ കൊടുതിയും പലതും പല വ്യത്യസ്തമായ കൊടുതികളാണ്. ഇനിയോ ആ കടലിൽ വെച്ച് മത്സ്യം മാത്രമല്ലല്ലോ, എത്ര വില പിടിച്ച മുത്താണ് കിട്ടുന്നത്, എത്ര വില പിടിച്ച വസ്തുക്കളാണ് കിട്ടുന്നത്. അതേ വില പറയാൻ പറ്റാത്ത ഈമാൻ നബിതങ്ങൾ മുഖേന കിട്ടുകയല്ലേ? അതേ ഹിദായത്തിൻ നബിതങ്ങൾ മുഖേന കിട്ടുകയല്ലേ? ഒരു മുത്തിനും അതിൻ്റെ വിലയില്ലല്ലോ. അതേ വൽബഹീരി ഫീ കറമിൻ കദ്ദഹീരി ഫീഹി ബമീ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മനക്കരുത്തിന്റെ വിഷയത്തിൽ കാലം പോലെ ഒന്നിനെയും ഭയപ്പെടുന്നില്ല. വല്ലാത്ത മനോധൈര്യമാണ്, വല്ലാത്ത മനക്കരുത്താണ്. അതുകൊണ്ടല്ലേ ഹുനൈൻ യുദ്ധം നടക്കുമ്പോ ഒരു സന്ദർഭത്തിൽ സഹാബികൾ പലരും പല ഭാഗത്തേക്ക് ഓടിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അവിടുന്ന് കയറിയ കോവർ കഴുതയുടെ പുറത്ത് ശത്രുക്കളിലേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ്.
കൂടെയുള്ള പട്ടാളം പല ഭാഗത്തേക്ക് തിരിയുമ്പോ ഓടിപ്പോകുമ്പോ അവിടുന്ന് ഒരു ധൈര്യക്കുറവുമില്ല, ഒറ്റക്കങ്ങോട്ടേക്ക് ഓടിക്കുകയാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സ്പീഡിൽ അങ്ങോട്ട് ചെല്ലുകയാണ്. അവിടുന്ന് പറയുകയാണ്, അനന്നബിയു ലാ കദിബ് അനബിനു അബ്ദിൽ മുത്തലിബ്, ഞാൻ നബിയാണ് കേട്ടോ, അത് കളവല്ല. എൻ്റെ ജീവിതത്തിൽ ഒരു കളവും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. ഞാൻ നബിയാണെന്ന് പറയുന്നത് കളവല്ല, അത് സത്യമാണ്. ഈ സത്യവുമായി മുന്നോട്ട് പോകുന്ന എനിക്ക് നിങ്ങളെ ഭയപ്പെട്ട് തിരിച്ചു പോകാൻ പറ്റില്ല. അനന്നബിയു ലാ കദിബ് അനബിനു അബ്ദിൽ മുത്തലിബ്. നിങ്ങളുടെ ആ രോഷം കണ്ടിട്ടോ, നിങ്ങളുടെ ശക്തി കണ്ടിട്ടോ, നിങ്ങളെ പോരാട്ടം കണ്ടിട്ടോ, നിങ്ങളെ ആയുധം കണ്ടിട്ടോ തിരിച്ചു പോകുന്നവനല്ല ഞാൻ തറവാട്ടുകാരനാണ്, ഉപ്പാപ്പ അബ്ദുൽ മുത്തലീബാണ്. അതിനാൽ അങ്ങനെ തിരിഞ്ഞു പോകുന്നവനല്ല ഞാൻ. മനക്കരുത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ? താജുൽ ഉലമയുടെ മനക്കരുത്ത്. വലൗ വഹദി, ഞാൻ ഒറ്റക്കാണെങ്കിലും ഞാൻ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്ന് പോരാടും. അത് അവിടുന്ന് കിട്ടിയ അനന്തര സ്വത്താണ്. അതേ കദ്ദഹൈരി ഫീ ഹമമി, കാലം പോലെയുള്ള മനക്കരുത്ത്. ഒരു സ്ഥലത്തും പതറുന്നില്ല. നല്ല യുവാക്കൾ വന്ന് വളഞ്ഞിട്ടുണ്ട് വീട്. ആ വീട്ടിൽ നിന്ന് ഇറങ്ങി അവരെ മുന്നിലേക്ക് ഇറങ്ങുമ്പോൾ, ഹിജറയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ അവിടുന്ന് നിലവിളിക്കുന്നില്ല, പേടിക്കുന്നില്ല, ആരെയും ഭയപ്പെടുന്നില്ല. അവിടുന്ന് ധൈര്യപൂർവ്വം അവരെ മുന്നിലേക്ക് ഇറങ്ങുകയാണ്. പക്ഷേ ശത്രുതയുമായി വന്ന ആളുകൾക്കൊരു പരിക്കും പറ്റാതെ അവിടുന്ന് നേരിടുകയാണ്. അതൊരൽപ്പം പൊടിമണ്ണ് വാരിയിട്ട് അങ്ങെറിയുകയാണ്. ഫഹും ലാ യുബ്സിറൂൻ. അവരെ തലയിൽ പൊടിമണ്ണ് വീണപ്പോൾ അവർക്ക് പരിക്ക് പറ്റിയില്ല. പക്ഷേ എല്ലാവരും ഒന്ന് മയങ്ങിപ്പോയി, ഉറങ്ങിപ്പോയി. നബിതങ്ങൾ അവിടുന്ന് അങ്ങ് പോവുകയാണ്. വല്ലാത്ത മനക്കരുത്താണ്. ആ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടല് പോലെയുള്ള കൊടുതി എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ കേട്ടില്ലേ? ഹബീബ് നബി തങ്ങൾ ഒരു ദിവസം ഒരു 10 ദിർഹമും എടുത്ത് പുറത്തു വരുന്നു. ആ 10 ദിർഹമിൽ നിന്ന് 4 കൊടുത്തിട്ട് ഒരു വസ്ത്രം വാങ്ങുന്നു. അതുമായി വരുമ്പോൾ ഒരാൾ ചോദിക്കുന്നു, അതെനിക്ക് തരുമോ? അങ്ങയ്ക്ക് സ്വർഗത്തിൽ അല്ല വസ്ത്രം തരട്ടെ. ഉടനെ അതങ്ങഴിച്ചു കൊടുത്തു. വീണ്ടും പോയി 4 ദിർഹം കൊടുത്ത് വീണ്ടും വസ്ത്രം വാങ്ങി. അത് വരുമ്പോൾ ഒരു പെണ്ണതാ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തിനാണ് സഹോദരി കരയുന്നത്? അടിമപ്പെണ്ണാണ് കരയുന്നത്. എൻ്റെ മുതലാളിമാർ 2 ദിർഹം എൻ്റെ കയ്യിൽ തന്ന് സാധനം വാങ്ങാൻ പറഞ്ഞയച്ചതാണ്. ആ 2 ദിർഹമും നഷ്ടപ്പെട്ടു പോയി നബിയെ. ഞാനെങ്ങനെ മുതലാളിയെ പോയി ഫേസ് ചെയ്യും? അതുകൊണ്ട് കരയുകയാണ്. ബാക്കിയുള്ള 2 ദിർഹമും ആ പെണ്ണിന് കൊടുക്കുകയാണ്. അത് കിട്ടിയപ്പോൾ പെണ്ണ് വീണ്ടും കരയുകയാണ്. അതേ കിട്ടിയില്ല, ഇനി എന്തിന് കരയണം? അപ്പോൾ പറയാണ്, ഞാൻ സമയം വൈകിയത് കൊണ്ട് അവരെന്നെ അടിക്കുമോ എന്ന് പേടിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അവിടുത്തെ സ്വഭാവം നോക്കണം നിങ്ങൾ. രാഷ്ട്രത്തലവനാണ്, അള്ളാന്റെ റസൂലാണ്, തുല്യതയില്ലാത്ത നേതാവാണ്. സുബ്ഹാനല്ലാഹ്, അതേ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എവിടെയും കാണാനുള്ള കഴിവുള്ള ആളാണ്. അതേ അങ്ങനെ ഓരോ കാര്യങ്ങളും എന്തെല്ലാം അത്ഭുതങ്ങളാണ്. പക്ഷേ പാവപ്പെട്ടവരോട് എന്തൊരു സ്നേഹമാണ്, പാവപ്പെട്ടവരോട് എന്തൊരു സാന്ത്വന പ്രവർത്തനമാണ്, സാധുക്കളോട് എന്തൊരു അടുപ്പമാണ്, എന്ത് ചേർന്ന് നിൽക്കലാണ്. ആ പെണ്ണിനോട് പറഞ്ഞു, ഞാൻ അവിടെ വരാം, അവര് നിന്നെ അടിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഞാൻ അങ്ങോട്ട് വരാം. കൂടെ പോകുന്നു ആ നേതാവ്. അതേ പോയി വാതിലിന്റെ അടുക്കൽ ചെന്ന് അസ്സലാമു അലൈക്കും സലാം പറയുന്നു.
അവർ സലാം മടക്കിയില്ല. അപ്പോൾ തിരിച്ചു പോരുന്നു. കാരണം ഒരു വീട്ടിൽ കയറുമ്പോൾ സലാം ചൊല്ലി സമ്മതം ചോദിക്കണം. അങ്ങനെ സമ്മതം ചോദിച്ചാൽ സലാം മടക്കി സമ്മതം കിട്ടിയാലല്ലേ നമുക്ക് അവിടെ കയറാൻ പറ്റൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരികയാണ്. ഇരുന്നോളി, തങ്ങളെത്തിയല്ലോ. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരികയാണ്. വീണ്ടും പോയി പെണ്ണിനെ രക്ഷപ്പെടുത്തണ്ടേ. വീണ്ടും പോയി സലാം പറയാണ്, സലാം മടക്കുന്നില്ല. പിന്നെയും തിരിക്കുകയാണ്. വീണ്ടും പിന്നെ പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, അവസാനം നബിതങ്ങൾക്ക് അവർ സലാം മടക്കി വാതിൽ തുറന്നു. നബിതങ്ങൾ ചോദിച്ചു, ഞാൻ നേരത്തെ സലാം ചൊല്ലിയത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അവര് പറഞ്ഞു, കേട്ടിട്ടുണ്ട്. എന്തേ മടക്കാതിരുന്നത്? അവരെ മറുപടി, നബിയേ, ഞങ്ങൾ മടക്കാതിരുന്നത് തങ്ങളെ തള്ളിയതല്ല, തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ ബഹുമാനത്തിന്റെ പേരിലാ മടക്കാതിരുന്നത്. അതെങ്ങനെ അവിടുന്ന് ഞങ്ങളോട് പറയുന്നത് അസ്സലാമു അലൈക്കും എന്നല്ലേ? അതിന്റെ അർത്ഥം നമുക്കറിയാലോ. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ എന്നല്ലേ? അത് തങ്ങൾ ഒരിക്കൽ പറഞ്ഞപ്പോ ഞങ്ങൾ വിചാരിച്ചു മടക്കിയിട്ട് വാതിൽ തുറന്നാ പിന്നെ പറയൂലാലോ. അപ്പൊ ഒന്നും കൂടി തങ്ങളത് പറയട്ടെ, ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷ കിട്ടൂലേ. അതുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് ഒന്നും കൂടി പറയാൻ വേണ്ടി ഞങ്ങൾ മടക്കാതിരുന്നു. പിന്നെയും ഞങ്ങൾ മടക്കാതിരുന്നു. ഒന്നും കൂടി പിന്നെയും പറയാനാണ്. കാരണം അങ്ങയുടെ നാവ് കൊണ്ട് നിങ്ങൾക്ക് രക്ഷയുണ്ടാകട്ടെ എന്ന് ആവർത്തിച്ച് പറഞ്ഞാൽ അത് വലിയ ഭാഗ്യമല്ലേ. അതുകൊണ്ടാ മടക്കാതിരുന്നത്. ഇവിടെ നമ്മളൊരു പാഠം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം മടക്കാതിരിക്കാൻ പാടില്ലല്ലോ, റോങ്ങാണ് ചെയ്തത്. പക്ഷെ ആ റോങ് ചെയ്തത് ബഹുമാനിച്ചിട്ടാണ്, ആദരിച്ചിട്ടാണ്. അതെ, അതിനാൽ അതിന് നബിതങ്ങൾ ആക്ഷേപം പറഞ്ഞില്ല. സുബ്ഹാനല്ലാഹ്, പറഞ്ഞതിനെതിരെ ചെയ്താലും ബഹുമാനിച്ചിട്ടാണെങ്കിൽ അത് അംഗീകരിക്കുമല്ലോ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിന്ന് നിസ്കരിക്കുമ്പോൾ എത്തിച്ചേർന്ന നബിതങ്ങളെ കണ്ടപ്പോൾ, അറിഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു ബേക്കോട്ടേക്ക് മാറിയില്ലേ? അപ്പോൾ നബിതങ്ങൾ അവിടെ തന്നെ നിന്നോന്ന് പറഞ്ഞില്ലേ? സിദ്ദീഖുൽ അക്ബർ അതനുസരിച്ചില്ല, ബേക്കോട്ട് മാറിയില്ലേ? നിസ്കാരം കഴിഞ്ഞ് നബിതങ്ങൾ ചോദ്യം ചെയ്തില്ലേ? ഞാൻ നിങ്ങളോട് അവിടെ നിൽക്കാൻ പറഞ്ഞില്ലേ, എന്തിനിങ്ങോട്ട് വന്നു? അപ്പൊ അബൂബക്കർ റളിയല്ലാഹുവിന്റെ മറുപടി എന്താണ്? ഞാൻ അബൂ ഖുഹാഫയുടെ മകനാണ്, ഞാൻ എങ്ങനെ അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ നിൽക്കും നബിയേ? അദബാണ്, ബഹുമാനമാണ്. അപ്പോൾ പിന്നെ നബി നിങ്ങളൊരു ആക്ഷേപവും പറഞ്ഞില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, പറഞ്ഞതിനെതിരെ ചെയ്തിട്ട് ബഹുമാനിച്ചിട്ടോ ആ ബഹുമാനത്തിനെതിരെ പറഞ്ഞില്ലല്ലോ. ചില വിവരമില്ലാത്ത കക്ഷികൾക്ക് മനസ്സിലാകുന്നില്ല ബഹുമാനത്തെക്കുറിച്ച്. ചിലര് ചോദിക്കുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എൻ്റെ ജന്മദിനം നിങ്ങൾ ഇങ്ങനെ കുറെ ആൾ ഒരുമിച്ച് കൂട്ടിയിട്ട് അതാ ഒരു മൗലിദൊക്കെ ഓതി എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്ത് ഇങ്ങനെ ഒരു പരിപാടിയായി നടത്തണമെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചിലരുടെ ചോദ്യം. ഓ മനുഷ്യ, നിനക്ക് ബുദ്ധിയില്ലേ? നിനക്ക് തീരെ ബുദ്ധിയില്ലേ? ഒരാളെ ബഹുമാനിക്കണമെങ്കിൽ അദ്ദേഹം പറയണോ? ബഹുമാനിക്കാൻ ആരെങ്കിലും പറയണോ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ശരിക്കും ശ്രദ്ധിക്കട്ടെ പറയുന്നത്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. ഒറ്റക്കുട്ടി മിണ്ടിയില്ലല്ലോ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് എല്ലാവരും റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ. അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ബഹുമാനിച്ച് പറഞ്ഞല്ലേ? ഞാൻ ചോദിക്കട്ടെ, റസൂൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിനോ എൻ്റെ പേര് വെക്കുമ്പോൾ റളിയല്ലാഹു അൻഹു പറയണോ? അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞിനോ? എൻ്റെ പേര് വെക്കുമ്പോൾ എല്ലാവരും റളിയല്ലാഹു അൻഹു പറയണോന്ന് പറഞ്ഞിനോ? ഇല്ലല്ലോ. എന്നാ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിനോ എൻ്റെ ശിഷ്യൻ അബൂബക്കറിന്റെ പേര് വെക്കും നിങ്ങൾ എല്ലാവരും റളിയല്ലാഹു അൻഹു പറയണം? അങ്ങനെ ഹദീസ് ഉണ്ടോ? ഇല്ലല്ലോ. എന്നാ പോട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അബൂബക്കർ റളിയല്ലാഹുവിന്റെ പേര് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു പറയാറുണ്ടോ? അബൂബക്കർ റളിയല്ലാഹു ഇങ്ങോട്ട് വാ, അബൂബക്കർ റളിയല്ലാഹു അങ്ങോട്ട് പോയിക്കോ, അബൂബക്കർ റളിയല്ലാഹു ഇവിടെ നിന്നോ, ഇങ്ങനെ റളിയല്ലാഹു അൻഹു പറയാറുണ്ടോ നബി തങ്ങൾ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെ മുസ്ലിം ലോകം മുഴുവൻ റളിയല്ലാഹു അൻഹു പറയുന്നത്? അബൂബക്കർ റളിയല്ലാഹുവിനെ ബഹുമാനിച്ചിട്ടാണ്. ബഹുമാനിക്കാൻ പ്രത്യേകം കൽപ്പന വേണ്ട, ബഹുമാനിക്കാൻ മാതൃക വേണ്ട. ബഹുമാനിച്ച് പറയാണ് ലോക മുസ്ലിമീങ്ങൾ മുഴുവനും പറയാണ് റളിയല്ലാഹു അൻഹു.
സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, എല്ലാരും പറയുന്നു റളിയല്ലാഹു അൻഹു. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖുതുബയിൽ 4 ഖുലഫായിന്റെ പേര് പറയുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബയെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ ലോകോട്ടാകെ പറയുന്നില്ലേ? സുബ്ഹാനല്ലാഹ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? 4ാമത് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ്. ചിലര് പറഞ്ഞു റളിയല്ലാഹു അൻഹു, ചിലര് പറഞ്ഞു കറമല്ലാഹു വജ്ഹഹു. രണ്ടും ശരിയാണ്, രണ്ടും പറയാവുന്നതാണ്. രണ്ടും ഒന്നിച്ച് പറഞ്ഞാൽ കൂടുതൽ നല്ലതാണ്. അതെന്തേ മഹാനവറുകൾക്ക് മാത്രം കറമല്ലാഹു വജ്ഹഹു? അവിടുത്തെ മുഖത്തിനൊരു പ്രത്യേകതയുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും വിഗ്രഹത്തിന് സുജൂദ് ചെയ്തിട്ടില്ല. കുട്ടിക്കാലത്ത് തന്നെ ഇസ്ലാമിൽ വന്നതാ. അതുകൊണ്ടാണ് കറമല്ലാഹു വജ്ഹഹു എന്ന്, അവിടുത്തെ മുഖത്തെ അല്ലാഹ് ആദരിക്കട്ടെ എന്നർത്ഥം വരുന്ന വാചകം. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെയാണ്. അവിടുന്ന് ഒരു വിഗ്രഹത്തിനും സുജൂദ് ചെയ്തിട്ടില്ല. പക്ഷേ അവിടുന്ന് ഇസ്ലാമിലേക്ക് വരുമ്പോൾ കുറെ വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് മഹാനവറുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നതിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ രണ്ടുപേർക്കും കറമല്ലാഹു വജ്ഹഹു പറയാറുമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ആദരിച്ച് പറയുകയാണ്. ആദരിക്കാനും ബഹുമാനിക്കാനും അത് കാണിച്ചു തരേണ്ടതും പറയേണ്ടതുമില്ല. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലാതെയായി പോയി ചിലർക്ക്. അവരാണ് ഈ നബിദിന പരിപാടികളെ മുഴുവനും എതിർക്കുന്നവർ. അവർക്ക് ഒരു വിവരവും ഇല്ലാതെയായി പോയി. ബഹുമാനാദരവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കുകയാണ്. ബഹുമാനിച്ചിട്ടാണ് ഇവര് സലാം അടക്കാതിരുന്നത്, അല്ലാതെ വെറുത്തിട്ടല്ല. അതുകൊണ്ട് നബി തങ്ങൾ അവർക്കെതിരെ ഒന്നും പറഞ്ഞില്ല. നബി തങ്ങളോട് അവർ ചോദിക്കുന്നു, നബിയെ തങ്ങൾ എന്തിനാ വന്നത്? ഈ അടിമ പെണ്ണിനെ നിങ്ങൾ അടിക്കുമോ എന്ന് പേടിച്ചിട്ട് അടിക്കരുതെന്ന് റെക്കമെൻഡ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ അവർ പറയുന്നു, ഓ നബിയെ, തങ്ങൾ ഇവിടെ വന്ന സ്ഥിതിക്ക് അവളെ ഞങ്ങൾ സ്വതന്ത്രയാക്കി മോചിപ്പിച്ചു. ഇനി ആ പെണ്ണ് അടിമയല്ല. നബി തങ്ങൾ പറയുന്നു, അല്ലാഹ് നിങ്ങൾക്ക് സ്വർഗം തരട്ടെ. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഭാവമല്ലേ നമ്മൾ പറഞ്ഞത്? എന്തൊരു കൊടുതിയാണ് അവിടെ നിന്നിട്ട് പറഞ്ഞു, 10 ദിർഹം, വല്ലാത്ത ബറക്കത്തുള്ള ദിർഹം. 4 ദിർഹം കൊണ്ട് അള്ളാഹുവിന്റെ നബിക്ക് വസ്ത്രം കിട്ടി. 4 ദിർഹം കൊണ്ട് ഒരാൾക്ക് വേറൊരാൾക്കും വസ്ത്രം കിട്ടി. 2 ദിർഹം കൊണ്ട് ഒരടിമപ്പെണ്ണി മോചിപ്പിക്കപ്പെട്ടു. വല്ലാത്ത ബറക്കത്തുള്ള ദിർഹം തന്നെ. നമ്മളെ പ്രിയപ്പെട്ട സഅദി, അദ്ദേഹം ഒരു ബിസിനസ് ചെയ്യുന്ന പണ്ഡിതനാണ്. ആ ബിസിനസ് നടത്തുന്നതിനിടയിൽ നല്ല കാര്യങ്ങൾ സംഭാവനയായും മറ്റും ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പാടിയ മഹാനായ അതേ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടിയപ്പോൾ കഅബ് ഇബ്നു സുഹൈർ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. ഇസ്ലാമിന്റെ കഠിന ശത്രുവായിരുന്നു. പക്ഷേ നബി തങ്ങളുടെ മുമ്പിൽ വന്ന് ബാനത്ത് സുആദ് ചൊല്ലിയിട്ട് ഇന്ന റസൂലല്ല സൈഫുൻ യുസ്തളാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു എന്ന് നബിതങ്ങളെ ബഹുമാനിച്ചങ്ങ് പാടിയപ്പോൾ നബിതങ്ങളതാ ഗിഫ്റ്റ് കൊടുത്തില്ലേ, സാരി പുതപ്പിച്ചില്ലേ. നബിതങ്ങളെ മദ്ഹ് പറയുന്നവർക്ക് അതേ സമ്മാനം കൊടുക്കുന്ന പതിവില്ലേ. ഇമാം ബൂസിരി ബുറുദ ചൊല്ലിയപ്പോ ഉറക്കിലത് കേട്ടിട്ട് ഇമാം ബൂസിരിക്ക് മഹാനായ നബിതങ്ങൾ പുതപ്പിച്ചില്ലേ ഒരു പുതപ്പ്. അതുകൊണ്ടല്ലേ ആ പദ്യത്തിന് ബുറുദ പുതപ്പ് എന്ന പേര് തന്നെ വന്നത്. ഇരിക്കട്ടെ, ഉറക്ക് തെളിഞ്ഞപ്പോൾ ആ പുതപ്പ് ആ സാല് ചുമലിൽ കാണാനുണ്ടായിരുന്നു. കാരണം അവിടുന്ന് ഖബറിൽ കിടക്കുമ്പോഴും ഹയ്യുൻ തരിയാണ്, ജീവിച്ചിരിക്കുകയാണ്, ലോകത്തുള്ള വിഷയങ്ങളിൽ ഇടപെടുകയാണ്. അതുകൊണ്ടല്ലേ ഏത് മുസ്ലിമും 5 പ്രാവശ്യം ചുരുങ്ങിയത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ മദീനയിൽ കിടക്കുന്ന നബിതങ്ങളുമായി ബന്ധപ്പെടുകയാണ്.
ഡയറക്റ്റ് സലാം പറയുകയാണ്. അവിടുന്ന് സലാം മടക്കുകയാണ്. മാമിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വറദ്ദല്ലാഹു റൂഹി ഫറദ്ദ അലൈഹിസ്സലാം. വഫാത്തിന് ശേഷവും ഞാൻ എൻ്റെ റൂഹ് എനിക്ക് തിരിച്ച് റബ്ബ് തന്നിട്ട് ഞാൻ മടക്കുമെന്ന് നബി തങ്ങൾ പറയുകയാണ്. ആകയാൽ ലോകത്ത് ആരുണ്ടടോ ഇതുപോലൊരു നേതാവ്? കോടിക്കണക്കിന് അനുയായികൾ പല സമയത്ത് നിരന്തരം വിളിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ 1500ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ഭൂമി ലോകത്ത് നിന്ന് വിട പറഞ്ഞെങ്കിലും ഓരോ ദിവസവും അനുയായികളോട് ഇങ്ങോട്ട് സംസാരിക്കുന്ന നേതാവ്, അനുയായികൾ അങ്ങോട്ട് സംസാരിക്കുന്ന നേതാവ്, അവർക്ക് തിരിച്ച് മറുപടി കിട്ടുന്ന നേതാവ്. സുബ്ഹാനല്ലാഹ്, ആർക്കുണ്ട് അവിടുത്തെ മദ്ഹ് പറഞ്ഞു തീർക്കാൻ കഴിയുന്നു? ബലഗൽ മുദ്ദഹു ഫീ ഔസാഫിഹി ഫമാ ബലഗ് ബാലിഗുൻ മിശറ മൗതി ബിമാ ഫിൽ ബാലിബാൽ. മനസ്സിൽ കൊണ്ടുവന്നതിൻ്റെ 1,00,000 അംശം പോലും പറയാൻ ഒരു പണ്ഡിതനും കഴിയൂല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ഹദീസും കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തട്ടെ. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് സുബ്ഹാനല്ലാഹ് ഉഹദ് യുദ്ധത്തിൻ്റെ തലേ ദിവസം വിളിച്ചു പറഞ്ഞു, നാളെ ആദ്യം മരിക്കുന്നത് ഞാനായിരിക്കും. പറഞ്ഞതുപോലെ പിറ്റേ ദിവസം മരിച്ചു. വസിയ്യത്ത് ചെയ്തു, മോനെ എൻ്റെ കടം വീട്ടണേ, എൻ്റെ പെൺകുട്ടികളെ നിങ്ങൾ സംരക്ഷിക്കണേ. അവസാനം കടം വീട്ടേണ്ട സമയമായി. ഈത്തപ്പഴം പറിച്ചു നോക്കിയാൽ കടം വീട്ടാൻ മതിയാവൂല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യാണ്, മൗലിദ് കഴിക്കുന്നവർ റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം തേടുന്നത് കൊണ്ട് അവർ ഇസ്ലാം എന്ന് പുറത്താണെന്ന് പറയുന്ന സലഫി, അതേപോലെ പറയുന്ന ജമാഅത്തുകാരാ, നീ സഹീഹുൽ ബുഖാരി ഒന്ന് നോക്കൂ. ജാബിർ റളിയല്ലാഹു അൻഹു ബാപ്പാന്റെ കടം വീട്ടാൻ വഴിയില്ല. അപ്പോൾ ഫസ്തഅൻതുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിനോട് സഹായം തേടി. ജാബിർ റളിയല്ലാഹു അൻഹു സഹായം തേടി. അവസാനം നബി തങ്ങൾ സഹായിച്ചത് എങ്ങനെയാണ്? നബി തങ്ങൾ പറഞ്ഞു, ജാബിറെ നിങ്ങൾ അങ്ങ് നടന്നോ, ഞാൻ അങ്ങ് വരും, നിങ്ങൾ എനിക്ക് ആളെ പറഞ്ഞേച്ചോ. നിങ്ങൾ പോയിട്ട് ഈത്തപ്പഴം പറിച്ചിട്ട് അത് വെവ്വേറെ അതാ കൂമലാക്കി വെച്ചോ, എന്നിട്ട് ആളെ പറഞ്ഞേച്ചോ, ഞാൻ അങ്ങ് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വരികയാണ്. കൂടെ സിദ്ദീഖുൽ അക്ബർ ഉണ്ട്, ഉമർ ഇബ്നു ഖത്താബ് ഉണ്ട്. നേരെ വന്നിട്ട് നബി തങ്ങൾ അവിടെ ഇരിക്കുകയാണ്. ഇരുന്നിട്ട് പറഞ്ഞു, ജാബിറെ കിൽ, അളന്നു കൊടുത്തോ, കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുത്തോ. സുബ്ഹാനല്ലാഹ്, എല്ലാവർക്കും കൊടുത്തു. ഫൗഫൈതുഹും, മുഴുവൻ ആളുകൾക്കും ഞാൻ കൊടുത്തു. എല്ലാവർക്കും കൊടുക്കാനൊന്നും ഇല്ലാതെ, പക്ഷേ എല്ലാവർക്കും ഞാൻ കൊടുത്തു. ഞാൻ നോക്കുമ്പോൾ കന്നഹു ലം യൻഖുസ് മിൻഹു ശൈ, ഒരൊറ്റ കാരക്ക ചുരുങ്ങിയിട്ടില്ല, ഒരു ഈത്തപ്പഴം ചുരുങ്ങിയിട്ടില്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. ആ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായം ദുനിയാവിലും ആഖിറത്തിലും നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹുവേ, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ നാഫിയായ ഇൽമിനെ ഏറ്റിത്തരണം റഹ്മാനെ. ഞങ്ങളുടെ സന്താന പരമ്പരകളിലും ശിഷ്യ പരമ്പരകളിലും നീ നാഫിയായ ഇൽമിനെ ഏറ്റിത്തരണം റഹ്മാനെ. പ്രിയപ്പെട്ട സഅദി അവർകൾക്കും അതുപോലെ നിന്റെ ദീനിന് സേവനം ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും, സാധുക്കളെ സഹായിക്കുന്നവർക്കും, സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങൾക്ക് മുഴുവനും അല്ലാഹുവേ നീ ഖൈറും ബർക്കത്തും തൗഫീഖും വർദ്ധിപ്പിക്കണം റഹ്മാൻ. ചെയ്യുന്ന ബിസിനസ്സുകളിൽ, എടുക്കുന്ന തൊഴിലുകളിൽ, ശരീരത്തിലും മനസ്സിലും, ഭാര്യ സന്താനങ്ങളിലും കുടുംബങ്ങളിലും, അവർക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും എല്ലാം നീ ഖൈറും ബർക്കത്തും നൽകണം റഹ്മാനെ. താജുൽ ഉലമയുടെ ഉറൂസ് 23, 24, 25 മഖാമ്, പള്ളി, ദർസ് തുടങ്ങിയതൊക്കെ അവിടെ നടക്കുന്നുണ്ടല്ലോ. ഒരു ദിവസം ചെലവിന് 11,000 ഉറുപ്പിക അല്ലേ? 11,000 ഉറുപ്പിക ഒരു ദിവസത്തെ ചെലവിന് വരും. കഴിയുന്നവരൊക്കെ പങ്കുചേരണം എന്ന് അറിയിക്കുകയാണ് അല്ലാഹു തആല. താജുൽ ഉലമയെയും നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ട ഖുറാത്തങ്ങൾ അവരുകളെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ എല്ലാ ആലിമീങ്ങളെയും സയ്യിദന്മാരെയും നമ്മളെ സ്നേഹിച്ച സർവ്വ മുഅ്മിനീങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമുക്ക് അല്ലാഹുവിൻ്റെ ദീനിൻ്റെ ഖിദ്മത്തിൽ ആരോഗ്യത്തോടെ അല്ലാഹു ദീർഘ ആയുസ് നമുക്കെല്ലാവർക്കും തഖ്വയോടുകൂടെ നൽകുമാറാകട്ടെ. അല്ലാഹുവേ, നിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറഞ്ഞതല്ലാതെ
ഞങ്ങളെ കൈവശത്തിൽ സമ്പാദ്യങ്ങളൊന്നുമില്ല, ആഖിറത്തിന് വേണ്ടി ഒരുക്കങ്ങളൊന്നുമില്ല. നിസ്കരിച്ച നിസ്കാരങ്ങൾ ഖുശൂഅ് പലപ്പോഴും കിട്ടിയിട്ടില്ല. ചെയ്ത അമലുകളിൽ വേണ്ടാത്ത വിചാരങ്ങൾ വരാൻ സാധ്യതയുള്ളവരാണ് ഞങ്ങൾ. അല്ലാഹുവിന്റെ നിന്റെ റഹ്മത്തായ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചവരാണ് ഞങ്ങൾ, ആദരിക്കുന്നവരാണ് ഞങ്ങൾ, അവിടുത്തെ മദ്ഹ് പറയുന്നതിൽ താല്പര്യമുള്ളവരാണ് ഞങ്ങൾ. അക്കാരണത്താൽ ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾ ആഖിറും രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങളെ ഭാര്യമാർക്കും സന്താനങ്ങൾക്കും കുടുംബങ്ങൾക്കും, ഞങ്ങളെ സ്നേഹിച്ചവരുടെ മുഴുവനും സന്താനങ്ങൾക്കും കുടുംബങ്ങൾക്കും, പ്രിയപ്പെട്ട സഅദിയവർക്കും, ഇവിടെ എത്തിച്ചേർന്ന സയ്യിദന്മാർ, ആലിമീങ്ങൾ, ഉമറാക്കൾ, മുഅ്മിനീങ്ങൾ, മുതഅല്ലിമീങ്ങൾ, ഇതിൽ പങ്കെടുത്തവർ, ഇതിനൊത്താശ ചെയ്യുന്നവർ, എല്ലാവർക്കും ഞങ്ങൾക്കും നീ ദുനിയാവും ആഖിറവും വിജയിപ്പിക്കണം റഹ്മാനേ. ഏത് ബിസിനസ്സുകൾ തുടങ്ങിയതുണ്ടോ തുടങ്ങുന്നതുണ്ടോ നീ അതിൽ ഖൈറും ബറക്കത്തും ഖൈറായ വഴികളും തുറക്കണം റഹ്മാനെ. കടങ്ങളിൽ നിന്നും ഫൈനുകളിൽ നിന്നും എല്ലാ നഷ്ടങ്ങളിൽ നിന്നും എല്ലാവരെയും ഞങ്ങളെയും നീ കാക്കണം റഹ്മാനെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ആഖിബത്ത് നന്നാക്കി മരിപ്പിച്ച് സാലിഹീങ്ങളെ കൂടെ ഒരുമിച്ച് ഖബറിലെത്തുമ്പോൾ ഹബീബ് നബി തങ്ങളെ കണ്ട് നേരിൽ ഹദാ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയാൻ കഴിയുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ പെടുത്തണം റഹ്മാനെ. അവിടുത്തെ കുടുക്കിയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അവിടുന്ന് സ്വർഗത്തിന്റെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ ചടങ്ങിൽ ഈ സാധുക്കളായ ഞങ്ങളെയും പെടുത്തി തരണം റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.